ഹലോ ഓൾ, ഇന്ന് നമ്മളൊരു ട്യൂട്ടോറിയൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് AI ഓട്ടോമേഷൻ. അതിനുവേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടൂളാണ് N8N. N8N ഒരു കംപ്ലീറ്റ് ഫ്രഷേഴ്സ് ഫ്രണ്ട്ലി ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഫ്രഷേഴ്സ് ഫ്രണ്ട്ലി ആണ്. നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് അഡ്വാൻസ് ലെവലിൽ എങ്ങനെയാണ് ഒരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ വീഡിയോ കാണുന്നവരെല്ലാവരും ഈ ഫുൾ എപ്പിസോഡ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. കാരണം അതിലൂടെ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ കരിയറിൽ എന്തായാലും ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. N8N എന്ന് പറയുന്നത് ഒരു ഓട്ടോമേഷൻ ടൂളാണ്. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാനുവലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മൾ ഡെയിലി നമ്മുടെ ലൈഫിൽ മാനുവലി ചെയ്തു പോകുന്ന കുറച്ച് കാര്യങ്ങൾ സിസ്റ്റം സ്വയം ചെയ്യുന്നതിനെയാണ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ടേം വരുന്ന സമയത്ത് പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഇങ്ങനെ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജോബ് അവിടെ റീപ്ലേസ് ആവുമെന്നുള്ളത്. അതിൻ്റെ ഒരു ട്രൂത്ത് ഫേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിസ്റ്റം ഒരിക്കലും അല്ലെങ്കിൽ AI ഒരിക്കലും നമ്മുടെ ജോബ് റീപ്ലേസ് ചെയ്യില്ല. പക്ഷേ AI അറിയുന്ന ആൾക്കാർ AI അറിയാത്ത ആൾക്കാരുടെ ജോബ് എന്തായാലും റീപ്ലേസ് ചെയ്യും. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അതേപോലെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഓട്ടോമേഷനിൽ ചെയ്യുന്നത്. അതേപോലെ AI ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഇന്റലിജൻസോട് കൂടിയിട്ടുള്ള ഒരു ഏജന്റ്. നമ്മൾ കൊടുക്കുന്ന ഏതൊരു ടാസ്കും അത് ബുദ്ധിപരമായി ചിന്തിച്ചിട്ട് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു AI ഏജന്റും അതേപോലെ തന്നെ ഓട്ടോമേഷൻ ടൂളും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് AI ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഇൻവെന്റ് ആയിട്ടുള്ളത്. ഇവിടെയാണ് N8Nന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. N8N എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഓട്ടോമേഷൻ ടൂളാണ്. ഇതിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആപ്സിനെയും അതുപോലെ തന്നെ ഡാറ്റാബേസിനെയും ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള കോഡ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാം, എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക, എങ്ങനെയാണ് ഒരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് N8Nകത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, N8N വെബ്സൈറ്റ് എങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങേണ്ടത് എന്നുള്ളതാണ്. N8N.io എന്ന് പറയുന്നതാണ് N8Nന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റ് നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു 14 days ഫ്രീ ട്രയൽ ഉണ്ട്. അപ്പോൾ ആ ഒരു ട്രയൽ ഓരോരോ മെയിൽ ഐ ഡിക്കും 14 days ഫ്രീ ട്രയലാണ് നമുക്ക് കിട്ടുന്നത്. ഇതായിരിക്കും വെൽക്കം വിൻഡോ. നമ്മളെ ഒരു N8N.io എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ വെൽക്കം വിൻഡോ ഇതായിരിക്കും. ആ ഒരു വെൽക്കം വിൻഡോയിൽ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തതിന് ശേഷം സൈൻ ഇൻ ചെയ്യാം. ഓക്കെ, ഇവിടെ ഫുൾ നെയിം, കമ്പനി മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ മെയിൽ ഐ ഡി കൊടുത്താൽ മതി. അതേപോലെ തന്നെ മെയിൽ ഐ ഡി ഒന്ന് കൺഫേം ചെയ്യണം, ഒരു പാസ്വേഡ് ആഡ് ചെയ്യണം, അക്കൗണ്ടിന് ഒരു നെയിം കൊടുക്കണം, ദെൻ കൺഫേം കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണിക്കും, അതായത് 14 days ഫ്രീ ട്രയൽ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഇനി ജസ്റ്റ് നോർമൽ ആയിട്ടുള്ള ഒരു ഡാറ്റ കളക്ഷൻ ആണ്. അതായത് എങ്ങനെയാണ് നിങ്ങളുടെ കമ്പനി ഏത് രീതിയിലാണെന്നുള്ളത് അത് നമ്മൾ ഫുള്ളി ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഓട്ടോമേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിൻഡോ വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റാർട്ട് ഓട്ടോമേറ്റിംഗ് കഴിഞ്ഞ് നമ്മൾ ലോഡ് ചെയ്യുന്നത് N8Nന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു നമ്മൾ വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഏരിയയിലേക്കാണ്. അപ്പോൾ ഇത്രയും എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ട്, അതായത് അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ എൻവയോൺമെന്റ് ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് നോക്കുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു ചാനലിൽ ഈ ഫസ്റ്റ് വീഡിയോ കാണുന്നവർ എന്തായാലും ഈ വീഡിയോ കംപ്ലീറ്റ് ആവുന്നത് വരെ, അതായത് ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ആവുന്നത് വരെ കാണാൻ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതേപോലെ N8Nനെ കുറിച്ച് കൂടുതൽ അറിയണം, അതിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.